ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അമൃതം പൊടി വാങ്ങാൻ അംഗൻവാടി പോയിട്ട് വരാം. അപ്പോൾ ഇന്ന് നമുക്ക് അംഗൻവാടി പോകാം. അമൃതം പൊടി വാങ്ങാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം വേണം, സഞ്ചി. അപ്പം നിങ്ങൾ ഈ അമൃതം പൊടി വാങ്ങാൻ പോകാൻ നീ എന്തിനാ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിരുന്നു അവിടെ ഫോട്ടോ എടുക്കലുണ്ട്. അംഗനവാടിയിൽ ഇപ്പം നമുക്ക് അമൃതം പൊടി കിട്ടണമെങ്കിൽ നമ്മൾ അമ്മമാർ നമ്മൾ ഫോട്ടോ അവർക്ക് കൊടുക്കണം മീൻസ് ടീച്ചർ നമ്മൾ ഫോട്ടോ എടുത്തോളും, എന്നാലേ നമുക്ക് അമൃതം പൊടി എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടത്. മേലെ കൂടി ഒരു വിമാനം പോകുന്നുണ്ട്. വിമാനം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ മേലോട്ടേക്ക് നോക്കിയാൽ എൻ്റെ കണ്ണ് അടിച്ചു പോകും, അമ്മാതിരി വെയിലാണ് ഗൈസ്. അങ്ങനെ നമ്മൾ റോഡെത്തി. അങ്ങനെ നമ്മൾ അംഗനവാടി എത്താനായിട്ടുണ്ട്. വെള്ളിയാഴ്ച അങ്ങാറ്റം വൈകുന്നേരം ഉച്ചക്ക് ടീച്ചർ മെസ്സേജ് ഇട്ടതാണ്. പിന്നെ രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച പറ്റിയില്ല, ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നു. അപ്പം നിങ്ങളായിരിക്കും കാത്തുവിനെ ഞാൻ അമ്മേൻ്റെ അടുത്താക്കിന്. ഓളെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓൾ ഏത് സമയത്താണ് എന്നെ തട്ട് എന്ന് പറയാനാവില്ല. ഓളയും തട്ടി 6 പാക്കറ്റ് അമൃതം പൊടിയും എടുത്ത് നടക്കാൻ തൽക്കാലം എനിക്ക് കയ്യല്ലാത്തതുകൊണ്ട് ഞാൻ കാത്തുവിനെ അമ്മേൻ്റെ അടുത്ത് ഉറക്കി കിടത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ അംഗനവാടി എത്താനായി. ഒരു കണ്ടയെല്ലാം പോലത്തെ ഒരു സ്ഥലത്താണ് അംഗനവാടി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. വീഡിയോ കാണുന്ന പലരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം വീഡിയോക്ക് വ്യൂസ് ഉണ്ട്, ബട്ട് ലൈക്കില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾക്കെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ? ഒന്നുമില്ലെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ചങ്ങായിമാരെല്ലാം വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എനിക്കിങ്ങനെ വർത്തമാനം പറയാണ്ട് നടക്കുന്നത് ഇഷ്ടമല്ല. കാണുന്ന ആൾ വിചാരിക്കും എനിക്ക് പ്രാന്താണെന്ന്. ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ റോട്ടുമിലോട്ട് നടക്കും. ഇട്ടത് കട്ടാക്കിയത് എന്താണെന്ന് അറിയാവാ, ഞാൻ ആരെങ്കിലും എനിക്ക് പ്രാന്തായിരിക്കും കാണുന്നവരെന്ന് പറയലും അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് 2 ഏട്ടന്മാർ അന്ന് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവളെന്നാടെ ഈ ഒറ്റക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നതിൽ. അതുകൊണ്ട് അപ്പാടെ ഞാൻ വീഡിയോ ഓഫാക്കി. അങ്ങനെ നമ്മൾ അംഗനവാടി എത്തിയിട്ടുണ്ട്. ഞാൻ അംഗനവാടി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഇവിടുത്തെ അംഗനവാടി. ഈടിയാന്ന് പഠിക്കേണ്ടത്. ഇപ്പം പോകാൻ തുടങ്ങിയില്ല. ഞാനവിടെ എത്തിയപ്പോഴത്തേക്കിന് പിള്ളേരെല്ലാം ഉറക്കണീച്ചിട്ട് പായസം കുടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കലേനു. അങ്ങനെ ഞാനാണ് എൻ്റെ അമൃതം പൊടിയും എടുത്ത് പേരെഴുതി ഒപ്പിട്ട് അവിടെ നിന്ന് കീഞ്ഞിന്. അപ്പം നിങ്ങളായിരിക്കും ഫോട്ടോ എടുക്കട്ടെ. ഇത് ഫോട്ടോ എടുക്കാൻ ടീച്ചറില്ല ഗൈസ്. ഇനി വേറൊരു ദിവസം ഫോട്ടോ എടുക്കാൻ വരണം. അങ്ങനെ നമ്മൾക്ക് അമൃതം പൊടി കിട്ടി. ഇതും വാങ്ങി നമുക്കിനി നേരെ വീട്ടിലോട്ട്. നമ്മളിതാ കണ്ടത്ത് കൂടി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അമൃതം പൊടി. നമുക്ക് 6 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് 2 മാസം കൂടിയേ കിട്ടുള്ളൂ. ഇതുള്ളവർക്ക് ഇതിൻ്റെ വില അറിയില്ല, പക്ഷെ ഇതില്ലാത്തവർക്ക് ഇപ്പോൾ കിട്ടാത്തവർ പറയുന്നേക്കാം അമൃതം പൊടി. അതുകൊണ്ട് നമുക്കിനി 2 മാസം കൂടി കിട്ടുമ്പോൾ മാക്സിമം ഉപയോഗിക്കുക. നമുക്കിനി കാത്തുവിന് കാച്ചി കൊടുക്കണം. കറണ്ടും പോയി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.